കുറെ നേരമായോ വന്നിട്ട്? കുറച്ച് സമയമുള്ളൂ. എങ്ങനെയാണ് VS സമയത്ത് ഓർക്കുന്നേ? നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെക്കാളും ഉപരി ഒരു രാഷ്ട്രീയ വികാരമാണ്. അതാണ് കാണാൻ വരാൻ കാര്യം. മക്കളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? മോനെയും കൊണ്ടാണ് വന്നിരിക്കണം. അവനും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ അവനും കാണണം. തിരുവനന്തപുരത്തുള്ള ആൾ തന്നെയാണോ? അതെ, തിരുവനന്തപുരത്തുള്ള ആൾ തന്നെ. എങ്ങനെയാണ് VS കുറിച്ചുള്ള ഓർമ്മ എന്താണ്? നമ്മളോട് നമ്മുടെ പാർട്ടിയാണ്. പാർട്ടിയുടെ ഇതായതുകൊണ്ട് നമ്മൾ പുള്ളിയോടത്തുള്ള സ്നേഹം അത്ര കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വരാൻ അത്ര ലേറ്റായിട്ട് വരികയാണ്. നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഇപ്പോൾ വരുന്നത്. കുറേ നേരമായോ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? കുറേ നേരമായി, 2-3 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ വന്ന് എത്താൻ പറ്റുന്നത്. ചേട്ടാ, എങ്ങനെയാണ് VS ഓർക്കുന്നത്? എങ്ങനെയാണ് പറയാൻ പറ്റില്ല, അത്ര ഇതാണ്. എന്താണ് VS കുറിച്ചുള്ള ഓർമ്മ എന്താണ്? നല്ലൊരു സഖാവായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം രക്തഹാരം അണിയിക്കാൻ പറ്റി. അത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. പണ്ടൊക്കെ VS പ്രസംഗിക്കുമ്പോഴോ കാണാൻ പോയിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ഒരുപാട് പോയിട്ടുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് VS എങ്ങനെയാണ് ഓർക്കുന്നത്? VS ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ചങ്കാണ്, നമ്മള് ചങ്കിലെ ചോരയാണ്, നമ്മള് ചങ്കിലെ ചോരയാണ്. VS മരിക്കില്ല, VS ഒരിക്കലും മരിക്കില്ല. നമ്മുടെ തലമുറ, അടുത്ത തലമുറ അവരിലൂടെ ജീവിക്കും. VS മരിക്കില്ല. അവിടെ ഉണ്ടാവും VS അല്ലേ? VS ഇവിടെ ഉണ്ടാവും. പിന്നെ VS ഇവിടെ ഉണ്ടാവും. എങ്ങനെയാണ് VS എങ്ങനെയാണ് ഓർക്കുന്നത്? എല്ലാ നല്ല രീതിയിലുള്ള ഭാരതത്തിൻ്റെ വലിയൊരു മഹാനായിരുന്നു. എങ്ങനെയാണ് നമ്മൾ യുവാക്കൾക്കൊക്കെ VS കുറിച്ചുള്ള ഒരു അനുഭവം, ഓർമ്മയൊക്കെ എന്താണ്? നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കണ്ടു വളർന്നത് VS സമരങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് രാഷ്ട്രീയത്തോട് ഒരു താല്പര്യം തോന്നിയതും രാഷ്ട്രീയം പഠിക്കുന്നതൊക്കെ. അപ്പോൾ VS പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ശൂന്യത എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. എങ്ങനെയാണ് VS കുറിച്ചുള്ള ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ എന്താണ് ചേട്ടാ? VS പറ്റിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാലോ, ഈ ഒരു നേതാവിന് കേരളം കൊടുക്കുന്ന ഒരു വിട. ഇനി ഇങ്ങനൊരു നേതാവ് ഉണ്ടാവുമെന്ന് തന്നെ സംശയമാണ്. അത്രയും ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ ഹൃദയത്തിലും ഉള്ള നേതാവാണ്. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഇതിന് വലിയൊരു തെളിവാണ്. ഇത്രയും ജനങ്ങൾ ഈ രാത്രിയിലും ഇപ്പോഴും ഈ മുദ്രാവാക്യം വിളി തന്നെ നമുക്കൊരിത്രയും ആവേശമാണ്. അതാണ് നമ്മൾ VS നമ്മളെ വിട്ട് പിരിഞ്ഞതിൽ നമുക്ക് അത്രയും വിഷമമുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു നേതാവിനെ ഇനി കേരളം പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തന്നെ വളരെ ഡൗട്ടായിട്ടുള്ള സാധനമാണ്. അതാണ് എല്ലാവരും നമ്മളെപ്പോലുള്ള യൂത്ത് പോലും ഇതിൽ നിൽക്കുന്നത്. VS മിസ് ചെയ്യുമല്ലേ ശരിക്കും? ഉറപ്പ്. ലെജൻഡ്. എങ്ങനെയാണ് VS കുറിച്ചുള്ള ഓർമ്മയൊക്കെ എന്താണ്? ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്ന് വരികയാണ്. ഏകദേശം VS മുഖ്യമന്ത്രിയായിട്ട് മട്ടന്നൂർ വന്നപ്പോൾ VS ഭക്ഷണം കൊടുക്കാനുള്ള ചുമതല ഞങ്ങൾക്കായിരുന്നു. അപ്പോൾ ഭക്ഷണം കൊടുക്കാനൊരു 12 മണിയോടെ VS വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഖാവേ എനിക്കൊന്ന് ഫോട്ടോ എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വർഷത്തിലാണ് VS മുഖ്യമന്ത്രിയായപ്പോൾ? അത്രയും വയസ്സായപ്പോഴല്ലേ മുഖ്യമന്ത്രിയായത്. അപ്പോൾ എന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം VS എന്നോട് പറഞ്ഞു, സഖാവേ അത് ഭക്ഷണത്തിന് ശേഷം, ഉറങ്ങിയതിന് ശേഷം ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജയരാട്ടനും ശ്രീമതി ടീച്ചർക്കും ഭക്ഷണം വിളമ്പാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയപ്പോൾ മട്ടന്നൂർ IBയിൽ വെച്ചായിരുന്നു സംഭവം. അങ്ങനെ അവർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ CI വിളിക്കുകയാണ്. എല്ലായിടും നിന്നെയും കാത്തിട്ട് മുഖ്യമന്ത്രി 5 മിനിറ്റായി ഇവിടെ കാത്തു നിൽക്കുന്നു. അങ്ങനെ ലാസ്റ്റ് 10 മിനിറ്റായി ഞാനവിടെ എത്തുമ്പോൾ അങ്ങനെ VS 10 മിനിറ്റ് എന്നെ കാത്തു നിന്ന ഒരു ഓർമ്മ ഇപ്പോഴും മനസ്സിൽ അലയടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മെഞ്ഞാന്ന് ഇവിടെ VS ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. ഈ കാര്യങ്ങൾ ഞാൻ അരുൺകുമാർ സാറോട് പറയുകയുണ്ടായി. എന്നിട്ട് ഇന്ന് ഈ കാര്യം ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്. VS അനശ്വരമായ സ്മരണകൾ എന്നും എപ്പോഴും എല്ലാ ജനങ്ങളിലും പാവപ്പെട്ടവരിലും എന്നും ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ലാൽ സലാം. ചേട്ടൻ എന്താ അനുഭവം എന്താണ് VS എന്ന് പറയുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു മനസ്സുള്ളൊരു നേതാവാണ്. അതേപോലെ തന്നെ എല്ലാ ജനങ്ങളും VS കുറിച്ച് ആരും മോശമായ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇതുവരെയായിട്ടും VS കുറിച്ച് മോശമായി പറയുന്നൊരു സംസാരം എൻ്റെ ഭാഗത്ത് കേൾക്കും. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നേതാവ് ഇനി ജീവിച്ചിരിക്കുന്നതുകൊണ്ട് സംശയമാണ്. അപ്പോൾ അത് ആ ഒരു മനസ്സിന് വലിയ പ്രയാസമാണ് VS. ഇവിടുന്നാ വരുന്നത്? വട്ടിയൂർക്കാവിൽ നിന്ന് 1916 നൂറ്റാണ്ടിൽ അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ചേലോട്ട് അച്യുതാമേനോൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം 1116
അത് കഴിഞ്ഞിട്ട് 1923 ഇദ്ദേഹത്തിന് 17-19 വയസ്സ് രാഷ്ട്രീയ രംഗത്തിൽ വരുന്നത്. VS കണ്ടിട്ടുണ്ടോ? ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഈ കപ്പൽ മേപ്പോട്ട് വട്ടിയൂർക്കാവിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം വെച്ച സമയത്ത് എൻ്റെ കയ്യിലിരുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് MA ബേബിയെ അവിടെ അഴിച്ചിട്ട് ഇദ്ദേഹത്തിന് നെട്ടയ ആശ്രമത്തിലേക്ക് വിട്ടു, അച്യുതാനന്ദനെ. ഇപ്പോൾ ഞാൻ തിരുമലയിൽ പോയി കാണണമെന്ന് വിചാരിച്ച് സമ്മതിച്ചില്ല. അവസാനത്തൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ എന്നെ കാണിക്കാൻ വന്നതാണ്. എനിക്ക് 7 മണി തൊട്ട്, അതാണ് ആ പോലീസുകാർക്ക് അറിയാം, കപ്പൽ മേപ്പുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്, വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, ആ പാരമ്പര്യമായിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് VS-നെ ഈ സമയത്ത് ഓർക്കുന്നത്? എങ്ങനെയാ? ഞങ്ങളുടെയൊക്കെ സ്വകാര്യമായിട്ടുള്ള വിപ്ലവ ഗർജനമാണ് VS. ഞാനൊക്കെ പാർട്ടിയിലേക്ക് വരുന്നത് VS-ൻ്റെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളും സമരങ്ങളിലും ആകർഷിതമായിട്ടുള്ള വന്നിട്ടുള്ളത്. സഖാവിനെ മാത്രം സഖാവ് മാത്രമേ ഉള്ളൂ.